ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. 3 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വെർച്വൽ ക്യൂവിലൂടെ എത്തുന്ന എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്കും മടങ്ങിപ്പോകേണ്ടി വരില്ലെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്ഥിതി എന്താണ് സന്നിധാനത്ത്? ഇന്നും വൻ ഭക്തജന തിരക്കാണോ? ഈ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലം കാണുന്നുണ്ടോ? വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ഭക്തജന തിരക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ അത്രയും ക്യൂ നിൽക്കുകയാണോ അല്ലെങ്കിൽ അത്രയും നീണ്ട നിര നമുക്ക് സന്നിധാനത്ത് മാത്രമേ പ്രകാശിക്കൂ. അങ്ങോട്ടേക്ക് ഓരോ ബ്ലോക്കുകളായി മാത്രമേ അയ്യപ്പന്മാരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നുള്ളൂ. അതായത് സന്നിധാനത്ത് വലിയ തിരക്കില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയന്ത്രണം അത് നിലക്കലിലും പമ്പയിലും കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ള തന്നെയാണ് അയ്യപ്പന്മാർ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പന്മാർ 18 കയറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 4000. എന്തായാലും ഇന്നും തിരക്ക് തുടരുന്നു എന്നുള്ളതാണ്. വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വരും മണിക്കൂറുകൾ കൂടി അറിയാം. അർജുൻ കല്യാടിലേക്ക് തന്നെയാണ്. അർജുൻ, വലിയ തിരക്ക് തന്നെയാണ്. പക്ഷേ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരക്കും സാഹചര്യങ്ങളും അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ വളരെ കരുതലോടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും തീരുമാനം അധികൃതരുടെ. അപ്പോൾ ഇന്നത്തെ നിയന്ത്രണങ്ങൾ അടക്കം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഭക്തർക്ക് വേണ്ട ദർശനങ്ങൾ സുഗമമായി നടക്കാൻ സാധിക്കുക? അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ? അയ്യപ്പന്മാർക്ക് സുഗമമായി ദർശനം നടത്തുക എന്നുള്ളത് തന്നെയാണ് പിന്നെ പ്രാഥമികമായി ദേവസ്വം ബോർഡും പോലീസും എല്ലാം ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ പറയുന്നത്. ഒരു അയ്യപ്പൻ പോലും ശബരിമലയിലേക്ക് എത്തി ദർശനം കിട്ടാതെ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്താതെ മടങ്ങാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും അയ്യപ്പന്മാർക്ക് സുഗമമായി ഇവിടത്തേക്ക് എത്തി ദർശനം നടത്താൻ വേണ്ടി പാകത്തിലുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ശബരിമല ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ADGP S. ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 18ാം പടിയിലേക്ക് എത്തുമ്പോഴേക്കും അയ്യപ്പന്മാർ ഒരു പുഴ പോലെ ഒഴുകിയെത്തിയ അയ്യപ്പന്മാർ ചെറിയ ഒരു കൈത്തോടായി മാറുന്നു. അപ്പോൾ 18ാം പടിയിൽ നിന്നും എത്ര വേഗത്തിൽ അയ്യപ്പന്മാരെ 18ാം പടി കയറ്റുന്നു അതിനനുസരിച്ച് മാത്രമേ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി അയ്യപ്പന്മാരെ ചുരുങ്ങിയ സമയം കൊണ്ട് 18ാം പടി കയറ്റുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറിൽ 4000 ശരാശരി എന്ന രീതിയിൽ, അതായത് ഒരു മിനിറ്റിൽ 60 എന്ന രീതിയിലെങ്കിലും അയ്യപ്പന്മാരെ മല കയറ്റുക അല്ലെങ്കിൽ 18ാം പടി കയറ്റുക എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു അവലോകന യോഗം കൂടി ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ഇവിടെയുള്ള വകുപ്പ് മേധാവികളുടെയും വകുപ്പിന്റെ ചുമതല വഹിക്കുന്നവരുടെ എല്ലാം തന്നെ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ്, ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടത്തേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് വീഴ്ചയുള്ളത്, ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പരിശോധിക്കുക. അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വീണ്ടും ഒന്നുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആ അവലോകന യോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് ഇപ്പോഴും സന്നിധാനത്ത് ശബരിമലയിലെല്ലാം തുടരുകയാണ്. ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ 18ാം പടിക്ക് താഴെ കാണുന്ന ആൾക്കൂട്ടം ആ ഒരു വരിയുടെ അല്ലെങ്കിൽ നീണ്ട ക്യൂവിൻ്റെ ഏറ്റവും അറ്റം ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ മരക്കൂട്ടത്താണ്. മരക്കൂട്ടം വരെയുള്ള സ്ഥലത്തും അയ്യപ്പന്മാരുടെ നിര നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഇന്നലെ രാത്രിയിൽ മല കയറിയവരാണ് ഇതിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ നട തുറന്നത് മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് പ്രകടമാണ്. ഇന്നിപ്പോൾ ഈ സന്നിധാനത്തുള്ള ഒരുപാട് അയ്യപ്പന്മാർ ഇവിടെ നെയ്യഭിഷേകത്തിന് ശേഷം മല ഇറങ്ങും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ അയ്യപ്പന്മാരെ സന്നിധാനത്തെ കടത്തിവിടാൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പോലും മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയിലെല്ലാം മല കയറിയ അയ്യപ്പന്മാർ ഇന്ന് രാവിലെ നെയ്യഭിഷേകം നടത്തിയതിനു ശേഷം മാത്രമേ മല ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് കൂടുതൽ തിരക്കില്ലാതിരിക്കുന്നതിന് വേണ്ടി ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ചെറിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം അത്തരത്തിലുള്ള ഒരു കർശനമായിട്ടുള്ള നിയന്ത്രണത്തിന് ശേഷമാണ് ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ നെയ്യഭിഷേകം കഴിഞ്ഞ അയ്യപ്പന്മാർ സന്നിധാനത്ത് നിന്നും മടങ്ങുന്നതോടുകൂടി തന്നെ അതിനാനുപാതികമായ രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാവുന്ന അയ്യപ്പന്മാരുടെ ഒരു പരമാവധി എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ എണ്ണം കണക്ക് സ്ഥിരമായി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ പാകപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ 18ാം പടി കയറിയെത്തിയ ഒരു അയ്യപ്പന് ശബരിമല കയറിയെത്തിയിട്ടുള്ള ഒരു അയ്യപ്പന്
ചെറിയ രീതിയിലുള്ള ശാരീരിക വിഷമതകൾ പ്രകടമായതിൻ്റെ ഭാഗമായി NDRFൻ്റെ സംഘം ഉൾപ്പെടെ ഇവിടെ നിന്നും അതിനാവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. NDRFൻ്റെ സംഘം പ്രാഥമികമായി അതിൻ്റെ ചികിത്സ നൽകുകയാണ്. ശബരിമല 18ാം പടി കയറി എത്തിയിട്ടുള്ള അയ്യപ്പനാണ്. അത്തരത്തിൽ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്ന കാണുന്നുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ പ്രകടമാവുന്ന അയ്യപ്പന്മാർക്ക് കൃത്യമായ രീതിയിൽ അതിന് ചികിത്സയും അതിനാവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം LDRF സംഘം ഇന്നലെയാണ് 38 അംഗ സംഘം ഇന്നലെ രാത്രിയോടുകൂടി ശബരിമലയിലേക്ക് എത്തി. കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ സംവിധാനങ്ങളും സന്നിധാനത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത്.